മാധു, മേപ്പാടി റേഞ്ച് ഓഫീസിലേക്കാണ് ഇപ്പോൾ SDPI മാർച്ചുമായി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ UDFന്റെ പ്രതിഷേധം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, കാരണം 2 ദിവസത്തിനിടെ 2 ജീവനുകളാണ് ഈ വന്യമൃഗ ആക്രമണത്തിൽ പൊലിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വയനാടാകെ കാണുന്നുണ്ട്. നാളെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് UDFന്റെ നേതൃത്വത്തിൽ. ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉദാസീനമായ സമീപനമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് UDF നാളെ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവശ്യ സാധനങ്ങൾ, ഒപ്പം തന്നെ വിവാഹം, പരീക്ഷ എന്നിവയെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായ ഒരു ഹർത്താലാണ് UDF ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ എന്തായാലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വന്നതിലേക്കാണ് ഇത്തരത്തിൽ ഒരു ശാശ്വത പരിഹാരം എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പോഴും ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവിടെ ബാക്കി. ഈ സരോജിനി എന്ന നിലമ്പൂരിലെ സരോജിനി, മണി എന്നിവരുടെയൊക്കെ കുടുംബാംഗങ്ങളെയൊക്കെ ഇന്നലെ ഉൾപ്പെടെ അവിടെ വലിയൊരു പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. അവിടെ ഉറപ്പുകൾ നൽകിയാണ് ഈ സമരത്തിൽ നിന്നൊക്കെ ആ സമയം അവർ പിന്മാറുന്നത്. പക്ഷേ ആ ഉറപ്പുകൾ പോലും ഒന്നും പാലിക്കപ്പെടുന്നില്ല. നേരത്തെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ അവിടെ എത്തി സന്ദർശിച്ചപ്പോൾ പറഞ്ഞ കാര്യം, ഈ ട്രഞ്ചുകളൊക്കെ മോശം അവസ്ഥയിലാണ്. അത് ഒരു സങ്കീർണമായ പ്രശ്നം തന്നെയാണ് നമ്മൾ നേരിടുന്നത്. പക്ഷേ ഈ പ്രാഥമികമായ പരിഹരിക്കാവുന്ന, അടിയന്തരമായി ഒരു നടപടി എടുക്കാവുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ ഒരു ഉദാസീനമായ നിലപാട് സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത്തരത്തിലാണ് എന്താണ് ഒരു ശാശ്വത പരിഹാരം എന്ന ചോദ്യം അവിടെ ബാക്കിയുള്ളപ്പോൾ പോലും ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടേ എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ആദ്യത്തെ മറുപടി എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വയനാടാകെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SDPIയുടെ മാർച്ച് മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടക്കുന്നു. അല്പസമയത്തിനകം UDFന്റെ പ്രതിഷേധ പ്രകടനം ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ട്. UDF ആഹ്വാനം ചെയ്ത ഹർത്താലും നാളെ ആണ്. മാധു, വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വയനാട് ജില്ലയിൽ നാളെ UDF ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.